റെജി ലൂക്കോസ്, വടകരയിൽ ഉണ്ടാക്കിയ ധാരണ ഇതൊക്കെ കൂടെ വർക്കൗട്ട് ചെയ്തു തൃശ്ശൂരിൽ, ഇതൊക്കെയാണല്ലോ CPM പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പാളയത്തിൽ പടയുണ്ടായി, അങ്ങനെ കെ മുരളീധരനെ ചതിച്ചു തോൽപ്പിച്ചു. അതായത് ഈ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ കൊണ്ടാണ് മുരളീധരൻ തോൽവിയിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ CPM ഒക്കെ ഉന്നയിക്കുന്ന ഒരു സിദ്ധാന്തമല്ല അവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്ന ഒരു വിഷയമുണ്ട്. പാർട്ടിക്കകത്ത് പാളയത്തിലെ പടയാണോ സംഭവിച്ചിരിക്കുന്നത്? ഈ റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴായി കെ മുരളീധരൻ ഈ സൂചനകളൊക്കെ മാധ്യമങ്ങളോട് നൽകിയതാണ്. അല്ല, അപർണ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അനിലക്കരെ ഇങ്ങനെ റിപ്പോർട്ടേ ഇല്ല എന്ന് ഈ റിപ്പോർട്ടിനെ തള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നേതാവായ പ്രതിപക്ഷ നേതാവ് VD സതീശനോടുള്ള ഒരു വെല്ലുവിളിയും അപമാനവും. VD സതീശൻ മാധ്യമങ്ങളെ കണ്ട പറഞ്ഞത് ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് കണ്ടിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുകൊണ്ട് ഞാനല്ല, KPCC ഔദ്യോഗികമായിട്ടാണ് പുറത്തുകൊണ്ടത്. പക്ഷെ അതിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന മാധ്യമങ്ങൾ ചോർത്തുകയും പുറത്തുകൊണ്ട് ചില പരാമർശങ്ങൾ അതിനകത്തില്ല എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടില്ല, ഇങ്ങനെ റിപ്പോർട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലക്കരെ എനിക്ക് തോന്നുന്നത് പതിവ് പോലെ അദ്ദേഹത്തിന് നിയന്ത്രണപ്പെട്ട് ചില വാക്കുകൾ പറഞ്ഞാൽ നാളെ അദ്ദേഹം DC പ്രസിഡന്റ് ആകാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് കൺട്രോൾ പോയതായിരിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. കെ മുരളീധരനെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ മതം നടത്തിയത്? അവിടെയാണ് നമ്മൾ പ്രസക്തം. അത് പാർട്ടി പോലെ CPM പറഞ്ഞത് 100% കറക്റ്റ് അല്ല. അന്ന് മുതലേ അത് കൃത്യമാണെന്നുള്ള ഒരു പരിധി വരെ വരികൾക്കിടയിലൂടെ കെ മുരളീധരൻ പലതവണ കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വടകരയിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയർ ആക്കിയിരുന്ന ഒരു MP അദ്ദേഹം അവിടെ മത്സരിക്കാനായിട്ട് രണ്ടാമത് മത്സരിക്കാൻ കോപ്പ് കിട്ടുകയും പോസ്റ്റ് വരെ അടിക്കുകയും ചെയ്തപ്പോഴാണ് ഷാഫി പറമ്പലിനെ അങ്ങോട്ട് കെട്ടിയിറക്കി ഇദ്ദേഹത്തിന് തൃശ്ശൂർ കൊണ്ടുപോയത്. രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, കെ മുരളീധരൻ എന്ന് പറഞ്ഞ ഭീഷണിയെ, കോൺഗ്രസിലെ ഭീഷണിയെ പലരും ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഭാവി ഇല്ലാതാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് ഏറ്റവും രസകരമായ കാര്യങ്ങൾ. CPM ആരോപിച്ചത് വളരെ കൃത്യമാണ്. കാരണം എന്തുകൊണ്ടാ, 2019 അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയ 86,000 വോട്ട്, TN പ്രതാപന് കിട്ടിയ 86,000 വോട്ട് കാണാനില്ല. 5 വർഷക്കാലത്തെ പുതിയ വോട്ടർമാരുടെ ലിസ്റ്റ് വേറെ. ആ വോട്ട് അവിടെ പോയി, അത് BJPയുടെ പെട്ടിലേക്ക് വീണു. അപ്പോൾ BJPയെ വിജയിപ്പിക്കുക, അതിനു പകരം വടകരയിൽ വോട്ട് മറിച്ചു കൊടുക്കുക എന്ന ഒരു ധാരണ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? 100% വ്യക്തമല്ലേ? ഇനിയിപ്പോ ആരെങ്കിലും അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പകൽ വെളിച്ചത്തിൽ ഇരുട്ട് കാണുന്നവരെന്നല്ലാണ്ട് എന്ത് പറയാൻ പറ്റും? ഇതല്ലേ എന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇനി കെ മുരളീധരൻ ശേഷം നടത്തിയ പല പ്രസ്താവനകളും നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ രീതിയിൽ വരച്ചു കേട്ടപ്പെട്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം വളരെയധികം നിരാശരായിരുന്നു. തന്നെ കൊണ്ടുവന്ന് അവമാനിക്കുക എന്ന് പറഞ്ഞത് സത്യ. പത്മജ വേണുഗോപാൽ പറഞ്ഞത് എത്ര കൃത്യമാ. കേവലം 1100 വോട്ടിനാണ് പത്മജ വേണുഗോപാൽ 2021 അവിടെ തോറ്റുപോകുന്നത്. അതിന്റെ കാരണക്കാരൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇനി ഈ പറയുന്ന ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് മാത്രമല്ല, ഇതിനകത്ത് നിശബ്ദരായിരിക്കുന്ന ഒരു മുരളീധരനെ തോൽപ്പിച്ചതിൽ മൗനമായിട്ട് വർക്ക് ചെയ്ത് മറ്റൊരാളുണ്ട്, TN പ്രതാപൻ പോസ്റ്റ് ഒട്ടിച്ചിരുന്നു. 3 ലക്ഷം പോസ്റ്റ് അടിച്ച് ആ പല സ്ഥലത്തും ഒട്ടിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തീരദേശ മേഖല, അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള തീരദേശ മേഖലയിൽ കോൺഗ്രസ് പല മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ TN പ്രതാപന്റെ ഒരു ഓപ്പറേഷൻ ഇതിന് പിന്നിൽ വളരെ വ്യക്തമല്ലേ? കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അപമാനിച്ച് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഭാവി തൊലയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തിയ VD സതീശനും KC വേണുഗോപാലും ഈ കൂട്ടരും കൂടെ നടത്തിയ ഒരു വലിയ തിരക്കഥയായിരുന്നു അവിടെ സംഭവിച്ചത്. അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയില്ല എന്നും അങ്ങനെ ജയിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് കടക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം മുളയിലെ നുള്ളുമായിരുന്ന ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വ്യക്തമല്ലേ? അതായത് ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 1.5 വർഷം മുമ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ TN പ്രതാപൻ അതിനു മുൻപ് കെ മുരളീധരൻ വരുന്നതിന് മുൻപ് പോസ്റ്റ് ഒട്ടിക്കുന്നു, പിന്നെ ഇതൊരു സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുകയാണ് എന്നുള്ളൊരു ധാരണ വരുത്തുന്നു. അതിനുശേഷം അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റായി നിൽക്കുകയും ചെയ്യുന്നു. അതായത് കിട്ടേണ്ടതെല്ലാം ചോദിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊരു വിവാദമുണ്ടെങ്കിൽ ആ വിവാദവും കെ മുരളീധരന്റെ തലയിൽ ഇരിക്കട്ടെ എന്നുകൂടി വിചാരിക്കുന്നുണ്ടോ ചിലരൊക്കെ? 1000% കറക്റ്റാ. കാരണം TN പ്രതാപൻ രാഷ്ട്രീയത്തിലെ ഒന്നാമതൊരു അഭിനേതാവാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ പറയാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. TN പ്രതാപന് ഈ പറയുന്ന പോസ്റ്റർ ഒട്ടിച്ച് കെ മുരളീധരന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന നാടകം വരെ അത് മാധ്യമങ്ങളിൽ വന്നു. അപ്പൊ തന്നെ നമുക്കറിയാമായിരുന്നു പണി കൊടുക്കാനായിട്ടുള്ള എല്ലാ ലക്ഷങ്ങളും ഉണ്ടെന്നുള്ളവരോ. ഇവിടെ ചോദ്യം അതല്ല, എവിടെ പോയി 86,000 വോട്ട് കോൺഗ്രസിന് നിലവിലുള്ള വോട്ട്? അതെങ്ങോട്ട് പോയി? വളരെ കൃത്യമായ ചോദ്യമല്ലേ? അല്ലെങ്കിൽ കൊള്ള സുനിൽകുമാർ അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അവിടെ ചോർന്നു പോയാൽ കറക്റ്റാ. ഇടതുപക്ഷത്തിന്റെ 12,000 വോട്ട് വർദ്ധിക്കുകയത്
അപ്പൊ ഈ വോട്ടോടൊപ്പം ആ ഒറ്റ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ കോൺഗ്രസിലെ പിന്നെ ആളുകളായിട്ട് ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവര് അവിടെ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നിരീക്ഷകൻ പറഞ്ഞതിനകത്ത് എനിക്ക് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. ജന്മന തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെ. അവരുടെ തൊഴുത്തിൽ കൂത്താണ് ഇപ്പൊ ഈ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ന് മെഡിക്കൽ സയൻസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ, ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചതാണ്, KPCC ആണ് അത് പുറത്തുവിടട്ടെ. അതിലൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉപസമിതിയെ പിന്നെ ജോസഫിന്റെ പിന്നെ നേതൃത്വത്തിൽ ഈ ഉപസമിതി ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടോടെ പോയി. അപ്പൊ ഇത് തമ്മിൽ യാതൊരു ധാരണയില്ലാതുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പരാക്രമം നടത്തി അധികാരത്തിലെത്താനുള്ള ഇവരുടെ പരാക്രമമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടാണ് പ്രസക്തമായ ചോദ്യം. അന്ന് CPM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനായിട്ട്, അത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിൽ, തോൽപ്പിക്കാൻ സാധ്യത കുറവുള്ള ഒരു മണ്ഡലത്തിൽ ടീച്ചറെ തോൽപ്പിച്ച് 2 നേട്ടമാണ്, ഒരു പടിക്ക് 2 പക്ഷി. ഒന്ന് ടീച്ചറെ പരാജയപ്പെടുത്തുക, രണ്ടാമത് മുരളീധരന്റെ ഒരു വനവാസം, രാഷ്ട്രീയപരമായ വനവാസം. അതേ ഇപ്പോഴും വനവാസത്തിലാ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും ആ പാർട്ടിയിലില്ല. എന്നാൽ ഈ പറയുന്ന നമ്മൾ പ്രതിപാദിച്ച നേതാക്കന്മാരിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഇപ്പോൾ ഉള്ള ആരാ? സത്യത്തിന് ഈ മുരളീധരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകൾ മാറ്റി പറയാറുണ്ട് കാലങ്ങളായിട്ട്. പക്ഷെ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാ. VD സതീശന് പോലും ഇത്രയ്ക്കധികം ആളുകളെ ആകർഷിക്കാനുള്ള ഇതില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടുമില്ല. KC വേണുപോലും ആരെങ്കിലും കാണാൻ പോകും? ഒരു മനുഷ്യൻ പോലും പോകുന്നില്ല. എന്ത് ചോദിച്ചോളൂ. ഓക്കെ ഇല്ല, ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കായിരുന്നു, ചോദിച്ചില്ല ഞാൻ. ഓക്കെ റൈറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാലങ്ങളായിട്ട് ഈ കേരളത്തിൽ, ഞാനൊരു ചരിത്രം പറയാം. വടകര ലോക്സഭാ മണ്ഡലത്തിലേക്കും അതേസമയം തന്നെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കും പരസ്യമായിട്ട് കോലിബി സഖ്യത്തിൽ വന്ന് മത്സരിച്ചവരല്ലേ അവര്? ഒന്ന് ആലോചിച്ചു. ഇപ്പൊ BJPയുടെ തരം പോലെ പിന്നെ എന്താ പറയാ, അവസരോചിതമായിട്ട് ഇതിൽ അല്ലെങ്കിൽ അനവസരത്തിൽ കൂട്ടുകൂടാൻ മടിയില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്നലെ പ്രസ്താവനയ്ക്കെതിരെ പാർലമെന്റിൽ ശബ്ദിച്ചാലാ. നിങ്ങൾ നോക്കണം, 18 MP UDFിന്, രാജ്യസഭയിൽ അവർക്ക് MP രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും CPIയുടെ പിന്നെ MP ആണ് ശക്തമായി പ്രതികരിച്ചത്. പാർലമെന്റിൽ പിന്നെ ലോക്സഭയിൽ വന്നപ്പോഴോ ഇവരിൽ 2 പേര്, ഒന്ന് പിന്നെ ഉണ്ണിത്താൻ കാസർഗോഡ് MP ഇന്നലെ എന്തോ പറഞ്ഞ അദ്ദേഹത്തിന്റെ കടമ കഴിഞ്ഞു. അത് പിന്നെ പരമ്പരാഗതമായ അദ്ദേഹത്തിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് കൊടിക്കുന്ന് സുരേഷ്, അദ്ദേഹം പാർലമെന്റിൽ വെളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, പാർലമെന്റിനകത്ത് ഇവരാരും നിശബ്ദരായിരുന്നു. കേരളം കേൾക്കാൻ പാടില്ലാത്ത പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ വാക്ക് പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. കാരണം